വണ്ടി വെറിറ്റോ ആണ്. 2008 മോഡൽ വണ്ടിയാണ്. ഏകദേശം 2,71,268 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി നമ്മൾ റൺ ചെയ്യുമ്പോൾ 60 കിലോമീറ്ററിന് മേലെ സ്പീഡിൽ അങ്ങനെ പോകുന്നില്ല. 60-80 അതിൻ്റെ മേലെ അങ്ങ് കയറുന്നില്ല വണ്ടി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല, ടെർബോൻ്റെ അവിടെ നിന്ന് ചെറിയൊരു നോയ്സ് വരുന്നുണ്ട്. ഹമ്മിങ് നോയ്സ് പോലെ എന്ന് പറഞ്ഞിട്ടൊരു നോയ്സും വരുന്നുണ്ട്. അപ്പോൾ മിക്കവാറും ടെർബോൻ്റെ ഷാഫ്റ്റ് പോയിട്ടുണ്ടാവും. നമുക്ക് ടെർബോ എന്തായാലും ഒന്ന് അഴിച്ച് നോക്കാം. ടെർബോയുടെ കംപ്ലയിൻറ്റേ വരുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ടെർബോൻ്റെ ഹോസുകൾ ഏതെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടെങ്കിലും ഈ സെയിം പ്രശ്നം തന്നെ വരും. പുള്ളിങ് കിട്ടില്ല, ഇതുപോലെ നോയ്സ്, എയർ നോയ്സ് വരും. അപ്പോൾ നമുക്ക് ഹോസ് ആദ്യം നോക്കിയിട്ട് ടെർബോയും കൂടെ നോക്കിയിട്ട് നമുക്ക് അഴിക്കാം. എന്തായാലും നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ കംപ്ലയിൻറ്റ് നോക്കാം. ഇതിൻ്റെ ടർബോ വരുന്നത് എഞ്ചിൻ്റെ ബാക്ക് സൈഡ് ആയിട്ടാണ് വരുന്നത്. എക്സോസിനോട് കൂടിയിട്ടാണ് വരുന്നത്, ഈ സൈഡായിട്ട് വരുന്നത്. അതുപോലെ ഇതാണ് EGR വാൾവ്. ഇതൊക്കെ അഴിച്ചിട്ട് വേണം നമുക്ക് അഴിക്കാനായിട്ട്. ആദ്യം നമുക്ക് ഇതിൻ്റെ ടർബോൻ്റെ ഹോസ് ഏതെങ്കിലും ഡാമേജ് ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അഴിക്കാം. എന്നിട്ട് മാത്രം അഴിച്ചാൽ മതി. ഏകദേശം നമ്മൾ നേരത്തെ ഇനിഷ്യലി നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ടർബോ അഴിച്ചാൽ മതി. അപ്പോൾ അത് ഏതെങ്കിലും ഹോസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. EGRൻ്റെ പൈപ്പാണിത്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ട് ഇതിനകത്ത്. കാർബൺ നല്ലോണം കയറിയിട്ടുണ്ട്. എന്താ ബ്ലോക്കും അതുപോലെ നല്ലോണം ഓയിലും അടിച്ചിട്ടുണ്ട്. EGR വാൾവാണ്. EGR വാൾവും അത്യാവശ്യം നല്ല പോലെ തന്നെ ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സെൻസറും കൂടെ ഒന്ന് അഴിച്ചിട്ട് EGR വാൾവിൻ്റെ വർക്കിംഗ് കൂടെ ഒന്ന് നോക്കി നോക്കാം എങ്ങനെയുണ്ടെന്ന്. പൈപ്പ് വലിയ ബ്ലോക്കില്ല, പക്ഷേ പൈപ്പ് നേരെ കയറുന്ന ആ ഹോളുണ്ടല്ലോ, ആ ഹോള് കാണുന്നില്ല. ഇതിൻ്റെ ഉള്ളിലാണ് വരുന്ന ആ ഹോള് ഫുള്ളായിട്ട് അടഞ്ഞിരിക്കാന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്കതൊന്ന് ഇതും ടർബോ പോയിട്ടുണ്ട്, ഷാഫ്റ്റ് പോയിട്ടുണ്ട്. അത് നോക്കി കഴിഞ്ഞാൽ നല്ല ഷെയ്ക്ക് ഉണ്ട്. അതുപോലെ EGR നല്ലവണ്ണം അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം നമുക്ക്. ഇതാണ്ട, ഇത് കംപ്ലീറ്റും ബ്ലോക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെയാണ് ഹോള് വരുന്നത്. എന്താ ഈ ഹോൾ കംപ്ലീറ്റ് അടഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ വാൾവിൽ നിന്ന് നേരെ വരുന്ന ഹോളാണിത്. ഇന്നൊരു ഹോളുണ്ട്, പക്ഷേ കംപ്ലീറ്റും ഹോൾ അടഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഹോള ഇല്ല എന്നാണ് പറയാം, അടഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കിത് ഞാൻ അഴിച്ചിട്ട് അതിൻ്റെ ഹോള് കാണിച്ചു തരാം. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഹോള് കാണില്ല. നമുക്കിത് അഴിച്ചിട്ട് അതിൻ്റെ ഹോള് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ടർബോ അഴിച്ച് പുറത്തെടുത്തിട്ടുണ്ട്. അത് പിടിക്കും. ഇതിൻ്റെ ഷാഫ്റ്റ് ഇതണ്ട, അപ്പോൾ ഇതിൻ്റെ ടർബോ ഇതിൻ്റെ ഷാഫ്റ്റ് ഉണ്ട് എത്രത്തോളം പ്ലേ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് ആ പുള്ളിങ് അത്ര കിട്ടാത്ത ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് അടിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ഒന്നിലെ യൂസർ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോറെല്ലാം മാറി റിപ്പയർ ചെയ്തെടുക്കാം. ഈ കംപ്ലൈൻ്റാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നമായിട്ട് വരുന്നത്. അതുമാത്രമല്ല, EGR വാൾവ് ഹെവി സ്റ്റക്കായി നിൽക്കുകയാണ്. ഇത് പ്രസ്സാവുന്നില്ല, ഇത് ഉള്ളിലേക്ക് പോകണം, എന്നാൽ മാത്രമേ വാൾവ് ഓപ്പൺ ആവുള്ളൂ. ഇത് ഒട്ടും വർക്കിംഗ് ആവില്ല, സ്റ്റക്കായി നിൽക്കുകയാണ്. പക്ഷേ എങ്കിൽ ഇതിൻ്റെ സോളിനോയിഡ് സ്വിച്ച് കറക്റ്റാണ് വർക്കിംഗ്. വേണ്ട, ഇത് കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ വാൾവ് കറക്റ്റ് ആകുന്നില്ല. നമുക്കൊന്ന് കെമിക്കലിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ കാർബൺ മൊത്തം പോയി കഴിഞ്ഞ് നമുക്കൊന്ന് തട്ടിയൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ശരിയാവുന്നതാണ്. എന്തായാലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്തായാലും. അപ്പോൾ ഇതാണ് രണ്ട് കാര്യമാണ് നമുക്ക് മെയിനായിട്ട് ഇഷ്യൂ വന്നിരിക്കുന്നത്. ഒന്ന് EGR വർക്കിംഗ് പ്രോപ്പറല്ല, അതുപോലെ ടെർബോ ഫുള്ള് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ രണ്ടും നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. അല്ല, ഈ സൈഡ് നല്ലോണം പ്ലേ ആണ്. എന്തായാലും ഇതൊന്ന് റിപ്പയർ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്താണ് വാൾവ്. ആ ഹോളാണ് നേരത്തെ അടഞ്ഞിട്ടുണ്ടായിരുന്നത്. കാണണ്ട, വേണ്ട, ഈ ഹോളാണ് നേരത്തെ അടഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ക്ലീൻ ചെയ്ത് പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. കെമിക്കൽ ഇട്ടാണ് ക്ലീൻ ചെയ്തത്, എന്നാൽ മാത്രമേ ഇത് കംപ്ലീറ്റ് പോകുള്ളൂ. ഇനി ഒന്ന് പെട്രോളിലും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഉള്ളിലെ ആ ഒരു കറുത്ത ഒരു കറ കംപ്ലീറ്റും പോകും. അതുപോലെ വാൾവ് നല്ലോണം സ്റ്റക്ക് ഉണ്ടായിരുന്നു, അത് നമ്മളത് കറക്റ്റാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വർക്കിംഗ് കറക്റ്റാണ്. ഇപ്പോൾ കറക്റ്റ് വർക്കിംഗ് ആണ്.
ഇനി നമുക്കിതൊന്ന് വണ്ടിക്കകത്ത് കയറ്റാം. നമ്മളിപ്പോൾ ടർബോ റിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ കോറൊക്കെ മാറിയിട്ടുണ്ട്. പുതിയ കോറാണ് ഉള്ളിലിരിക്കുന്നത്. കണ്ടോ, പുതിയ കോറാണ്. ഇപ്പോൾ കോറൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളോ ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒക്കെയാണ്. ഇപ്പോൾ കറക്റ്റാണ്, എല്ലാം കോറൊക്കെ മാറി കറക്റ്റാക്കിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വണ്ടിയിലേക്കൊന്ന് ഫിക്സ് ചെയ്യാം. അതുപോലെ കയറ്റുന്ന സമയത്ത് ഈ ഭാഗത്ത് പേസ്റ്റ് ഇടുകയാണെങ്കിലും നൈസ് ക്വാണ്ടിറ്റിയിൽ മാത്രം ഇട്ടാൽ മതി, ഒരുപാട് ഇടാൻ പാടില്ല. എന്താ വെച്ചാൽ ഹോൾ അടഞ്ഞാൽ ബുദ്ധിമുട്ടാവും. നമുക്ക് എന്തായാലും ഇത് കയറ്റാം. എന്താണെന്ന് വെച്ചാൽ ഇത് ചെറിയ ഹോളായതുകൊണ്ട് നമ്മൾ പേസ്റ്റ് ഇടുമ്പോൾ കൂടുതൽ അടവ് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ഉള്ളുന്ന്, എന്താ വെച്ചാൽ ഇത് റിട്ടേൺ വരുന്നതാണ്, ഓയിൽ റിട്ടേൺ ആണ്. ആ റിട്ടേൺ നേരെ സംഭരിക്കാണ് പോകുന്നത്. അത് പോകാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൽ കൂടുതൽ ഓയിലിൻ്റെ പ്രഷർ വരും. ആ പ്രഷർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ഓറിങ്ങുകൾ ഡാമേജ് ആയിട്ട് ഓയിൽ നേരെ എൻജിനിൽ ഇൻലെറ്റ് മാനിഫോൾഡിലേക്ക് വന്ന് അത് കത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്മോക്ക് വരും, വേറെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പോൾ എപ്പോഴും ഇതിനകത്ത് ഇടുമ്പോൾ പരമാവധി പാക്കിംഗ് മാത്രം ഇട്ടാൽ മതി, പേസ്റ്റ് ഇടേണ്ട ആവശ്യമില്ല. ഇനി പേസ്റ്റ് പാക്കിങ്ങിന് ചെറിയ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഒരു ഫിലിം കോട്ടിൽ മാത്രം ഇതിനകത്ത് പേസ്റ്റ് ഇട്ടാൽ മതി. അല്ലാത്ത പക്ഷം ഇട്ട് കഴിഞ്ഞ് ടർബോ വീണ്ടും കംപ്ലൈൻ്റ് ആവും. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് വണ്ടിനകത്ത് കയറ്റാം. ഇപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ടർബോ എല്ലാം ഫിറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് വണ്ടിയൊന്ന് ഓടിച്ച് നോക്കാം, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60 കിലോമീറ്റർ സ്പീഡ് മാക്സ്, 60ഉം എന്താ പറയുക, നല്ലോണം കൊടുത്ത് ഇങ്ങനെ പോയാൽ 60ലേക്ക് മുട്ടുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നല്ല പെർഫോമൻസാണ് വണ്ടിക്ക്. വണ്ടി എങ്ങനെ ഫ്രഷ് എങ്ങനെ നമ്മൾ വരുന്നുണ്ടോ അതേപോലെയാണ് വണ്ടി, നല്ലോണം കയറുന്നുണ്ട്. നമ്മൾ പയ്യെ തന്നെ കാല് കൊടുക്കുമ്പോൾ തന്നെ നമ്മളെ വലിച്ചുകൊണ്ട് പോവുക. മറ്റേ ഇത് ടർബോൻ്റെ മാത്രമല്ല, നമ്മൾ EGR ഞാൻ കാണിച്ചു തന്നല്ലോ, EGR നല്ല ബ്ലോക്കായിരുന്നു. അതുകൊണ്ടും നല്ലോണം എന്താ പറയുക, പുള്ളിങ് കുറയും. അപ്പോൾ നമ്മൾ ആ EGR-ഉം അതിൻ്റെ EGR കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് ടർബോവും കൂടെ പണി ചെയ്തപ്പോൾ വണ്ടി പക്കാ സ്പീഡായിട്ടുണ്ട്. പക്കാ സ്പീഡൊന്നും മാത്രമല്ല, എൻജിൻ നല്ലോണം ഇരുന്ന് സ്മൂത്തായിട്ടുണ്ട് ഇപ്പോൾ ഓടിക്കാനായിട്ട്, മനസ്സിലായോ? അപ്പോൾ ആ ടർബോയുടെ കംപ്ലൈൻറ്റും EGR-ൻ്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഈ പുള്ളിങ് കിട്ടാതിരുന്നത്. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് സോൾവ് ആക്കിയിട്ടുണ്ട്. അതുപോലെ ഓടിച്ച് നോക്കി, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൽ നേരത്തെ എൻജിൻ ഭാഗത്തുനിന്ന് ചെറിയൊരു നോയ്സും ഉണ്ടായിരുന്നു. ആ ടെർബോൻ്റെ കോറ് പോയതുകൊണ്ട് അത് കിടന്ന് അടിക്കുന്ന നോയ്സാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ കംപ്ലൈൻറ്റും ഏകദേശം സോൾവ് ആയിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഇതിലൊരു സർവീസും കൂടെ ചെയ്തിട്ടുണ്ട്. സർവീസ്, ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വണ്ടി ഓക്കെയാണ്, ഇപ്പം സ്മൂത്താണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.